കാരൈക്കുടി ചെട്ടിനാട് വീടുകളും അല്ലെങ്കിൽ ചെട്ടിനാടിലെ ടൈലൊക്കെ നമുക്ക് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ മധുരയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ വണ്ടി നമ്മൾ ചെയിൻ ലൂപ്പ് മാറ്റാനായിട്ട് ഇവിടെ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിനി നേരെ കാരൈക്കുടി, നമ്മുടെ ചെട്ടിനാട് മാൻഷൻസൊക്കെ ഉള്ള കാരൈക്കുടി ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് നേരെ തഞ്ചാവൂർ പിടിക്കാനുള്ള പ്ലാനാണ്. തഞ്ചാവൂർ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് തഞ്ചാവൂർ എത്തും. രാത്രി തഞ്ചാവൂരിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നാളെ രാവിലെയും തഞ്ചാവൂർ പോയി പിന്നെ അവിടുന്ന് പിന്നെ മുന്നോട്ടുള്ള യാത്രയാണ് പ്ലാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ടൗൺ കഴിയുന്നിടത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ പാറക്കെട്ട് കണ്ടു. ഞങ്ങൾ വിചാരിച്ചത് ആ ഒരു പാറക്കെട്ട് അത്ര സമയം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂന്ന. പക്ഷെ മുന്നോട്ട് പോകുന്തോറും ആ പാറക്കെട്ടിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് നീണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഒരുപാട് ദൂരം വന്നിട്ടും ആ പാറയുടെ ഒരു ഭാഗം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നീളത്തിൽ വന്നിട്ടുണ്ട്. മധുരയ്ക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നല്ലൊരു വെജ് ഓപ്ഷനാണ് അടയാർ ആനന്ദഭവൻ. ഞങ്ങൾ എവിടെ പോകുന്ന സമയത്തും നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അടയാർ ആനന്ദഭവനാണ് സെർച്ച് ചെയ്യാറ്. മുന്നോട്ട് പോകുന്തോറും ആ ഒരു യാത്രയെ മടുപ്പിക്കാത്ത വിധം ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. കണ്ടില്ലേ, സൈഡിലൊരു ലേക്കും അമ്പലങ്ങളും, അങ്ങനെ ഒരുപാട് ആളുകൾ റോഡ് സൈഡിൽ പൂക്കൾ നട്ടുപിടിക്കുന്നതും അങ്ങനെ നമ്മളിതൊക്കെ കണ്ട് അങ്ങ് മുന്നോട്ട് പോവാണ്. എന്തൊക്കെയോ കൃഷി നടത്തുന്നത് നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം സൈഡിലൊന്ന് നിർത്തി പോയി നോക്കിയാലോ എന്നൊക്കെ തോന്നി. പിന്നെ നമ്മൾ ചെട്ടിനാടോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ എത്താൻ വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് നിർത്താണ്ട് നേരെ മുന്നോട്ട് തന്നെ പോയി. ഞങ്ങൾ പോകുന്ന വഴിക്ക് എവിടേക്കോ മുന്തിരിത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് എവിടെയും ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്ത് മെയിൻ റോഡിലെ ലെഫ്റ്റ് കുറേ ദൂരെ ഒരു അമ്പലം കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാനുള്ള ക്യൂരിയോസിറ്റി ആണ് ഇപ്പോൾ ഇത്. നമ്മളിന്ന് മെയിൻ റോഡ് നോക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഈ ഒരു അമ്പലം. അങ്ങോട്ട് പോകാനുള്ള റോഡ് കുറച്ച് മോശമാണെങ്കിലും ആ ഒരു അമ്പലത്തിന്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ കണ്ടതൊക്കെ കൃഷിയിലും കന്നുകാലി വളർത്തലിലൊക്കെ അല്ലെങ്കിൽ അവരെ മേയ്ക്കുന്നതിലൊക്കെ നല്ല തിരക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാരായിരുന്നു. മധുരയിൽ നിന്നൊരു 88 കിലോമീറ്ററോളം നമ്മൾ പോയിട്ട് വേണം കാരൈക്കുടി എന്നുള്ള സ്ഥലത്തെത്താൻ. എവിടെയാണ് ചെട്ടിയാർ മാൻഷൻസൊക്കെ, പണ്ടത്തെ ചെട്ടിയാർമാരൊക്കെ താമസിച്ചിരുന്ന ബംഗ്ലാവ് പോലത്തെ വലിയ വീടുകളൊക്കെ ഉള്ളത് ഈ പറയുന്ന ചെട്ടിനാട് അല്ലെങ്കിൽ കാരൈക്കുടി എന്നുള്ള സ്ഥലത്താണ്. അവിടെയാണ് നമ്മൾ ടൈലൊക്കെ മേക്ക് ചെയ്യുന്നത്. കാരൈക്കുടി ടൈലൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു ഏരിയയൊക്കെയാണ്. അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോയി നോക്കുകയാണ്. ആ റോട്ടിൽ നല്ല വെയിലുണ്ട്. നമ്മളൊരു വെയിലൊക്കെ മാറി ഒരു 3 മണിക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ എന്നിട്ടും വെയിലുണ്ട്. വരുന്ന വഴി നമ്മൾ ഒരു കരിമ്പന്തോട്ടം കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു അമ്പലം കണ്ടു. പുറകെ നല്ലൊരു വ്യൂ ഉണ്ട്. പക്ഷേ വീഡിയോ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. നല്ല വെയിലുമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്തിയൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളീ പോകുന്നത് ചെട്ടിനാടേക്കാണ്. കാരൈക്കുടി ചെട്ടിനാട് വീടുകളും അല്ലെങ്കിൽ ചെട്ടിനാടിലെ ടൈലൊക്കെ നമുക്ക് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഉറപ്പൊന്നുമില്ല, നമുക്കൊന്ന് പോയി നോക്കാം. സമയം വല്ലാണ്ട് അതിക്രമിച്ച് വരാം.
കാരണം നമുക്ക് ഇന്ന് തന്നെ തഞ്ചാവൂർ പോകാനുള്ളതാണ്. ചെട്ടിനാട് നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മധുരൈ രാവിലെ എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊരു 11 മണിയാകുമ്പോൾ ചെട്ടിനാടേക്ക് ഇറങ്ങി. 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചെട്ടിനാടെത്തി. അവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു 6 മണിയാകുമ്പോഴേക്ക് തഞ്ചാവൂർ പോകാന്നാണ് വിചാരിച്ചത്. പക്ഷേ വെയിൽ നമ്മളെ പ്ലാൻ എല്ലാം കൊളാക്കി. പോകുന്ന വഴിക്ക് കാരിക്കുടി എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ കയറി മിഞ്ച് വാങ്ങണമെന്ന് ഞാൻ ഇറങ്ങുമ്പോഴേ തീരുമാനിച്ചതായിരുന്നു. കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള മിഞ്ചീസ് തമിഴ്നാട്ടിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഏതെങ്കിലും ഷോപ്പിൽ കയറി ഒന്ന് നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. ചേച്ചി ഒരു 5-6 എണ്ണം കാണിച്ചപ്പോൾ തന്നെ നമ്മൾ ഇട്ട് നോക്കി ഒരെണ്ണം ഫൈനൽ ചെയ്തു. ഞങ്ങൾ കേരളത്തിൽ നിന്നാന്ന് മനസ്സിലായപ്പോൾ അവിടുത്തെ ഓണർ വന്ന് തിരുവനന്തപുരത്തെ ഒരു ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തി. കാരക്കുടിയിലുള്ള മാർക്കറ്റ് ഒന്ന് ചുറ്റി ഞങ്ങൾ ചെട്ടിനാടേക്ക് നേരെ വിട്ടു. സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിന് ചെട്ടിനാട് പോയാൽ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചെട്ടിനാട് ടൗണിലേക്ക് കയറിയാൽ തന്നെ നമുക്ക് 2 സൈഡും ഒരുപാട് മാൻഷൻസ് കാണാൻ പറ്റും. പക്ഷെ എല്ലാത്തിലേക്കും നമുക്ക് എൻട്രി ഇല്ല, കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ താമസിച്ചു വരുന്നുണ്ട്. ലോട്ടസ് പാലസിന്റെ മുന്നിലാണ് ഞങ്ങൾ കൊണ്ടുപോയി നിർത്തിയത്. അവിടെ കയറി കാണാൻ പറ്റുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. അപ്പം തന്നെ 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടുപിൻ തുറക്കപ്പെടും എന്നാണല്ലോ. വണ്ടി അവിടെ നിർത്തി ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മൾ മെല്ലെ മുന്നോട്ട് നടന്നു. 2 സൈഡിലുള്ള മാൻഷൻസിൽ മാറി മാറി കയറി ചോദിക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും കാണാൻ പറ്റിയാലോ, എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ. പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ രാവിലെ 9 മുതൽ 5:30 വരെ എന്നിങ്ങനെ സമയം എഴുതി വെച്ച് കണ്ടു. നമ്മൾ 6 മണിയായി അവിടെ എത്തിയപ്പോൾ. പക്ഷെ ഞാനും ചോദിച്ച് കയറി കാണാൻ സമ്മതിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ നേരെ പോയി സംസാരിച്ചു. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറാനുള്ള പെർമിഷനൊക്കെ തന്നു. ഒരാൾക്ക് 50 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. നമ്മൾ ചോദിച്ചാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിലും ഇന്ത്യയിൽ വ്യാപാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ചെട്ടിയാർമാർ. ഇന്ത്യയിൽ മാത്രമല്ല, ബർമ്മ, മ്യാൻമർ, മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ കുറേ രാജ്യങ്ങളിൽ ഇവരുടെ വ്യാപാരങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയ സമ്പത്ത് മുഴുവൻ അവർ നാട്ടിൽ വലിയ മാളികകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറേയധികം ചെട്ടിയാർ മാളികകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കണ്ണാടികൾ, ലൈറ്റുകൾ, ഫർണിച്ചറുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെയുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വീടുകളുടെ ഒരു ആർക്കിടെക്ചറൽ ഭംഗി അത് തന്നെ വളരെ വ്യത്യസ്തമാണ്. എല്ലാ വീടുകളിലും നടുക്ക് വലിയൊരു ഹാളുണ്ട്. നമ്മുടെ പഴയ തറവാട്ടിലൊക്കെയുള്ള നടുമിറ്റം പോലെ. ഇവിടെ ഈ ഏരിയയ്ക്ക് പറയുന്നത് മീത്തം എന്നാണ്, അതായത് വെളിച്ചം ലഭിക്കുന്ന സ്ഥലം എന്നാണ് പേര്. ഇവിടെ പണ്ടൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടും പൂജാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. മധുരയിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 3 മണിയായി. 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി കാരക്കുടിയിൽ ഒരു കടയിലൊക്കെ കയറി അവിടുന്ന് തിരിച്ചിവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം 6 മണിയായി. ഇവിടെ 9:30 മുതൽ 5 മണി വരെയാണ് ടൈമിങ് പറയുന്നത്. നമ്മളിവിടുത്തെ ഇപ്പോൾ 6 മണിയായി. പിന്നെ അവരോട് സംസാരിച്ചപ്പോൾ കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ 150 വർഷമായിട്ട് 150 വർഷമായിത്രേ ഈ ഒരു തറവാട്. 7ാമത്തെ തലമുറയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇപ്പം നമ്മളീ കാണുന്ന ഈ സ്ഥലത്ത് തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട്.
അപ്പോൾ അവർ ഒരാൾക്ക് 50 രൂപ വെച്ചിട്ട് എൻട്രി ഫീ ആണ് പറയുന്നത്. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആൾക്കാരൊന്നുമില്ല, നമ്മൾ ചോദിച്ചാൽ അവർ കാര്യം പറഞ്ഞു തരും എന്നല്ലാതെ ഗൈഡൊന്നുമില്ല. ഈ താഴെ കാണുന്നത് കാരേക്കുടി ടൈലാണ്. ഇവിടെ തന്നെ കാരേക്കുടി സ്പെഷ്യലായിട്ട് ടൈൽ മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ടൈലാണ്. അതൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷേ കാരേക്കുടി ടൈലാണ്. അതുപോലെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗരുഡ ശില്പം എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കുത്തുപണി ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ മുകളിൽ വാതിൽക്കൊക്കെ ഇവിടെ ഒരു ജാലമൊക്കെ ഒരു നടുമുറ്റം പോലെ സെറ്റപ്പ് കൂടെ ഉണ്ട്. കുറേ മാളികളും കാര്യങ്ങളൊക്കെ. ഇത് ചെട്ടിയാർ മാൻഷൻസ് ആണ്. പണ്ടത്തെ ചെട്ടിയാർമാർ അവർ താമസിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അവരായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ അവരോട് സപ്പോർട്ട് ചെയ്തിട്ട് പൈസ ഉണ്ടായിരുന്ന ആൾക്കാർ, അതിൻ്റെ കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ. അപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാളികകളാണ്. അപ്പോൾ ഇന്നിപ്പം കുറച്ചൊന്നും ഒക്കെ ഹെറിറ്റേജ് റിസോർട്ടുകളായിട്ട് മാറിയിട്ടുണ്ട്. ബാക്കി ഇതേപോലെ താമസിക്കുന്ന വീടുകൾ കയറി വിസിറ്റേഴ്സ് അലോഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ പാസ്സാണ്. ഇത് ഈ ഒരു നമ്മൾ നിൽക്കുന്ന മനുഷ്യൻ്റെ പേര് CVRM CT ഹെറിറ്റേജ് ഹൗസ് എന്നാണ്. ഇതേപോലത്തെ ഒരുപാട് ഹൗസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതോടെ ടിക്കറ്റ് എടുത്ത് കയറി കാണാം. 5:30 വരെയാണ് സമയം. നമ്മൾ എത്തുമ്പോൾ തന്നെ 6 മണിയായി. അപ്പോൾ അവർ ചേച്ചി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. കുറേ കണ്ണാടികളും കുറേ ശില്പങ്ങളുണ്ട്, പഴയ ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ചെട്ടനാട് വരുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിൽ വേണം നിങ്ങൾ വരാൻ. ഇവിടെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഹെറിറ്റേജ് റിസോർട്ട്സ് ഉണ്ട്. രാവിലെ തന്നെ നല്ല അത്തൻറ്റിക് തമിഴ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 100 വർഷത്തിലധികം പഴക്കമുള്ള ആത്തൻകുടി പാലസിലും ആത്തൻകുടി ടൈൽ മേക്കിംഗ് ഒക്കെ കാണാൻ നമുക്ക് പോകാൻ പറ്റും. ഈ ചെട്ടനാട് ക്യൂസിൻ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അവിടെ നോൺ വെജും വെജും ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ചെട്ടിനാടിന് തന്നെ തനതായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് തന്നെ നമുക്ക് കണ്ടാങ്കി സാരീസ് നെയ്യുന്നത് കാണാനും വാങ്ങാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്കാകെ ഒരു ചെട്ടിയാർ ഭവനത്തിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് തപ്പി നടക്കണമെന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും പല രീതിയിലുള്ള ടൈൽസ് ഒക്കെ കാണാൻ പറ്റും. ശരിക്കും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് തന്നെ ആ ഒരു ടൈൽസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കയറിയ സ്ഥലത്താകെ 2-3 ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ചേച്ചിയോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ആ ലോട്ടസ് പാലസ് കണ്ടിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ റൂം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളിലേക്ക് വിസിറ്റിംഗ് അലൗഡ് ഉള്ളൂ. അപ്പോൾ റൂം ബുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മളെന്തായാലും അവിടെ കയറ്റില്ല. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് നമുക്കൊരു കാപ്പി കുടിക്കാം. കാരണം ഇവരുടെ തന്നെ ഒരു കഫേ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കയറുമ്പം അത്യാവശ്യം അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങാമല്ലോ. പിന്നീട് ഒരിക്കലും എപ്പോഴെങ്കിലും നമുക്ക് താമസിക്കാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് ഒന്ന് താമസിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ആ കഫേയിലേക്ക് കയറി. ആ കഫേയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാണ്ടിപ്പട സിനിമയിൽ ദിലീപ് പറയുന്നൊരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു വീടിൻ്റെ ഒരറ്റത്തു നിന്ന് അപ്പുറത്തെ അറ്റം വരെ പോകാൻ ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ടിരും എന്നൊരവസ്ഥ. ആ ചേട്ടൻ നിൽക്കുന്നത് നമ്മുടെ 2 ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള റൂട്ടിലാണ്. അപ്പുറത്തൊരു ചേട്ടൻ നടന്നു പോകുന്നത് അപ്പുറത്തെ മാളികയുടെ, അതായത് നമ്മുടെ ലോട്ടസ് പാലസിൻ്റെ ഉള്ളിലത്തെ ഹാളിൽ കൂടിയാണ്. എന്താ അല്ലേ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സ്റ്റേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 10,000 റുപ്യേൻ്റെ അടുത്തൊക്കെ ഒരു ദിവസത്തേക്ക് റെൻറ്റ് പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി കയറിയതാണ് ഉള്ളത്തെ സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം കോഫിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാപ്പി വന്നു. ഒരു കാപ്പിക്ക് ഏകദേശം 120 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിനുള്ള കാപ്പി ഉണ്ട് കേട്ടോ. ഏകദേശം 2 ആക്കിയിരുന്ന് കുടിക്കാനുള്ള, അല്ലെങ്കിൽ 2 കപ്പ് ഒഴിക്കാനുള്ള കാപ്പി ഉണ്ട്. ക്വാണ്ടിറ്റി ഉണ്ട്, അതിനനുസരിച്ചുള്ള ടേസ്റ്റും ഉണ്ട്. കാപ്പിയുടെ കൂടെ ജാഗരിയും പഞ്ചസാരയും തന്നിട്ടുണ്ടായിരുന്നു. കാപ്പി കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മളെ ലോട്ടസ് പാലസിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ തഞ്ചാവൂരേക്ക് തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ തഞ്ചാവൂരിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ബൈ.